So hi all. Today we are going to discuss about Bordetella. Bordetella എന്ന് പറയുന്ന ഓർഗാനിസം ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഈ ബോർഡറ്റെല്ല എന്ന് പറയുന്ന ഓർഗാനിസം ജൂൾസ് ബോർഡറ്റ് ആൻഡ് ഹിസ് കൊളീഗ് ജെങ്കു എന്ന് പറയുന്ന സയന്റിസ്റ്റും കൂടെ ഒരു വൂഫിംഗ് കപ്പ് പേഷ്യന്റിന്റെ, അതായത് വൂഫിംഗ് കപ്പ് പേഷ്യന്റ് ഓർ ചിൽഡ്രന്റെ സ്പ്യൂട്ടത്തിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തതാണ് 1900 ആൻഡ് ദേ സക്സീഡ് in cultivating this organism in a complex medium in 1906, and the bacillus is known as Bordetella pertussis. Pertussis എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റൻസ് കഫ്, കുട്ടികളിൽ ഉണ്ടാവുന്ന വൂഫിംഗ് കഫ്, ഇന്റൻസ് കഫ് ആണ് മെയിൻലി കോസ് ചെയ്യുന്നത്. സോ ബോർഡറ്റെല്ല പെർട്ടോസിസ് എന്നാണ് ഈ ഓർഗാനിസം അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ബോർഡ് പാരാപെർട്ടോസിസ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസവും ഇതുപോലെ മൈൽഡ് വൂഫിംഗ് കഫ് കേസസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബോർഡ് ബ്രോങ്കിസെപ്റ്റിക്ക എന്ന് പറയുന്ന ഓർഗാനിസം ഈസ് ഐസൊലേറ്റഡ് ഫ്രം ദ ഡോഗ്സ് വിത്ത് ബ്രോങ്കോ ന്യൂമോണിയ ആൻഡ് മേ ഒക്കേഷണലി ഇൻഫെക്ട് ഹ്യൂമൻ ബീയിങ്സ്, producing a condition resembling pertussis. And the fourth member of this genus is Bord avium, which cause respiratory diseases in turkeys. സോ നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്, ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് ബോർഡറ്റെല്ല പെർട്ടോസിസിനെ പറ്റിയാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബോർഡറ്റ് ജംഗു ബാസിലസ്, ഫോർമലി ഹിയോഫിലസ് പറയുന്നുണ്ട്. സോ ഇതിന്റെ മോർഫോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it's a gram-negative, small, ovoid cocobacillus. Mean length is 0.5 micrometer in diameter, and they are non-motile and non-spore forming ആണ്, and they are capsulated organism. Freshly isolated strains of Bord pertussis have fimbriae കാണാറുണ്ട്. കൾച്ചറൽ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ they are obligate aerobic organism, not anaerobic organism. Grows optimal 37 degrees Celsius. 35 to 37 degrees Celsius ആണ് optimum temperature എന്ന് പറയുന്നത്. കോംപ്ലക്സ് മീഡിയ ആർ നെസസറി ഫോർ ദ പ്രൈമറി ഐസൊലേഷൻ. പ്രിഫേർഡ് മീഡിയം എന്ന് പറയുന്നത് ബോർഡറ്റ് ജംഗു ഗ്ലിസറിൻ പൊട്ടറ്റോ ബ്ലഡ് അഗാർ. ബോർഡറ്റ് ജംഗു ഗ്ലിസറിൻ പൊട്ടറ്റോ ബ്ലഡ് അഗാർ. ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ഇതിന്റെ ആദ്യത്തെ ലെറ്റർ വെച്ചിട്ട് പഠിച്ചാൽ മതി, അപ്പൊ നിങ്ങളുടെ ഓർമ്മയിൽ ഇത് നിൽക്കും. And blood for neutralizing inhibitory substance formed during bacterial growth. Charcoal also serves the same process. Charcoal blood agar is useful medium and it does not grow on simple media. And ഇതിലുണ്ടാവുന്ന കോളനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡറ്റ് ജംഗു മീഡിയത്തിൽ ഉണ്ടാവുന്ന കോളനീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ഡോം ഷേപ്ഡ് സ്മൂത്ത് ഒപ്പേക്ക് വിസിറ്റ് ഗ്രേയിഷ് വൈറ്റ് റിഫ്രാക്റ്റൈൽ ആൻഡ് ഗ്ലിസ്റ്റനിങ് റിസംബ്ലിംഗ് ബൈസെക്റ്റഡ് പേൾസ്. അതായത് ഒരു പേൾസിനെ പകുതി മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമോ, അല്ലെങ്കിൽ മെർക്കുറി ഡ്രോപ്സ് പോലെ ഇരിക്കുന്ന കോളനീസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇൻ ദ ഇൻക്യുബേഷൻ ടൈം ലിമിറ്റ് ഓഫ് 48 to 72 hours and surrounded by a hazy zone of hemolysis. And confluent growth presents an aluminum paint. ബയോകെമിക്കൽ റിയാക്ഷൻസിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഇൻഡോൾ പോസിറ്റീവ്, ഓക്സിഡൈസ് പോസിറ്റീവ്, കാറ്റലൈസ് പോസിറ്റീവ്, യൂറിയസ് പോസിറ്റീവ്, citrate positive, nitrate positive organism which do not ferment any kinds of sugars. So resistance എന്ന് പറയുമ്പോഴത്തേക്കും it's a delicate organism and the bacillus will be readily killed by 55 degrees Celsius for 30 minutes and drying and disinfectants വഴി നമുക്ക് ബാക്ടീരിയനെ ഈസിലി കില്ല് ചെയ്യാൻ പറ്റും. And outside the body, Bord pertussis is dried droplet is said to survive for 5 days on glass, 3 days on cloth and few hours on papers. കുറച്ച് 5 ദിവസത്തോളം ഗ്ലാസ്സിൽ, 3 ദിവസത്തോളം തുണിയിൽ, പേപ്പേഴ്സിലൊക്കെ അവേഴ്സുകളിൽ സർവൈവ് ചെയ്യുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് വിർലന്റ് ഫാക്ടേഴ്സ്. വിർലന്റ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻലി
ഇത് കോസ് ചെയ്യുന്ന വൂഫിംഗ് കഫ് ആണെന്ന് ഞാൻ പറഞ്ഞു. സെവറൽ ആന്റിജനിക് ഫ്രാക്ഷൻസ് ആൻഡ് പ്യൂട്ടേറ്റീവ് വിറുലൻസ് ഫാക്ടേഴ്സ് ഹാവ് ബീൻ ഡിസ്ക്രൈബ്, ബട്ട് ദ റോൾ ഇൻ ദ പാത്തോജെനിസിസ് ഓഫ് പെർട്ടൂസിസ് റിമൈൻസ് ടു ബി ക്ലാരിഫൈഡ്. കുറേ കാര്യങ്ങൾ നമ്മൾ വിറുലൻസിൽ ഫാക്ടറിൽ പറയുന്നുണ്ട്, പക്ഷെ യെറ്റ് സം ഓഫ് ദം ആർ ഹാവ് ടു യെറ്റ് ഡിസ്ക്രൈബ്. വിറുലൻസ് ഫാക്ടറിൽ പറയുന്നത് അഡീഷൻ സച്ചസ് filamentous heme agglutinogens, peractin, fimbriae. A number of toxins include pertussis toxin, acetylase cyclase toxin, tracheal cytotoxin, dermonecrotic toxin and heat toxin. So first one എന്ന് പറയുമ്പോഴത്തേക്കും agglutinogens നമുക്ക് നോക്കാം. agglutinogens പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ species specific sulfur agglutinogens with capsule K antigens or fimbriae. 14 agglutinate factors are yet identified. അതിൽ factor 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്പീഷീസിലും കാണുന്നതാണ്. 1 to 6 in only in Bordetella pertussis, 12 in Bordetella bronchoseptica, factors 14 in Bordetella parapertussis. And agglutinogens promote virulence by helping the bacteria to attach the respiratory epithelial cells. Attachment ആണ് മെയിൻലി ഇതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. They are useful for the serotyping strains and epidemiological. നെക്സ്റ്റ് വരുന്ന ഇമ്പോർട്ടൻറ്റ് വിറുലൻസ് ഫാക്ടർ ആണ് filamentous heme agglutinin or FHA. ഇതെന്ന് പറയുമ്പോഴത്തേക്കും one of the 3 heme agglutinins produced by Bordetella pertussis എന്ന് പറയുന്നത് other than being PT and the lipid factor. It is present on the bacillary surface. Bacillary surface ലാണ് കാണാൻ പറ്റുന്നത്. Adheres to the cilia of the respiratory epithelium and to the erythrocytes. Facilitating addition of Bord pertussis to a respiratory epithelium, filament heme agglutinin and PT agglutinins also promote secondary infection by coating other bacteria such as Haemophilus influenzae and pneumococci and assisting their binding to the respiratory epithelium. So opportunities ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് കോസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. And this phenomenon has been termed as piracy of additions. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് പെർട്ടൂസിസ് ടോക്സിൻ എന്ന് പറയുന്നത്. പെർട്ടൂസിസ് ടോക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is produced by Bordetella pertussis, responsible for the cause of whooping cough. And എന്താ പറയുക ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ it brings about lymphocytosis and increase the secretion of insulin, and it will be increase the AMP level and production of insulin. And this toxin have A and B subunit, B structure, and A component എന്ന് പറയുന്നത് ബയോളജിക്കൽ ആക്ടിവിറ്റി ആയിരിക്കും. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈൻഡിങ് ടു ദ ടാർഗറ്റ് സൈറ്റ്, ആൻഡ് ദ ടോക്സിൻ ക്യാൻ ബി ടോക്സോയിഡ് ആൻഡ് യൂസ്ഡ് ആസ് എ വാക്സിൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. സോ ഇറ്റ് ക്യാൻ ബി ടോക്സോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ യൂസ്ഡ് ആസ് എ അഗെയിൻസ്റ്റ് വൂപ്പിംഗ് കഫ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന വിറുലന്റ് ഫാക്ടർ ആണ് അഡിനിലേറ്റ് cyclase AC. It has the ability to penetrate the target site and destroy them or act as a toxin. ഒരു ടാർഗറ്റ് സൈറ്റിലോട്ട് വന്നിട്ട് അതിനെ കംപ്ലീറ്റ് ഡിസ്ട്രോയ് ചെയ്തിട്ട് ടോക്സിൻ ആയിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ട്. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് AC toxin, ACT എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് heat labile toxin, HLT toxin, cytoplasmic protein present in all Bordetella species, inactivated in 30 minutes at 56 degrees Celsius, and it is dermonecrotic and lethal in mice. Pathogenic role unknown ആണ്. പിന്നെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത്ര വരുന്നതല്ല, എന്നാലും ജസ്റ്റ് നമുക്ക് പറയാന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്കിയൽ സൈറ്റോടോക്സിൻ, TCT, lipopolysaccharides. So tracheal cytotoxin എന്ന് പറയുമ്പോൾ it is a low molecular weight peptidoglycan produced by all Bordetellae. Mainly ciliary damages ആണ് ഉണ്ടാക്കുന്നത് and inhibition of the DNA synthesis. Other role is
റോളുകൾ ഇമ്പോർട്ടൻ്റ് ഡിസീസിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് റോള് അൺനോൺ ആണ്. ലിപ്പോപോളിസാക്കറൈഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഹീറ്റ് സ്റ്റേബിൾ ടോക്സിൻ ആണ്. ഓൾ ബോർഡറ്റൈൽസിൽ കാണാറുണ്ട്. എക്സിബിറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയൽ എൻഡോട്ടോണിക്കുന്നു. അത് കൂടാണ്ട് വരുന്നത് ഒരു വിർലൻ ഫാക്ടർ ആണ് പെർടാക്റ്റിൻ എന്ന് പറയുന്നത്. പെർടാക്റ്റിൻ ഈസ് എൻ ഔട്ടർ മെംബ്രെയിൻ പ്രോട്ടീൻ ആന്റിജൻ പ്രസന്റ് ഇൻ ഓൾ വിർലൻ സ്ട്രെയിൻസ് ഓഫ് ബോർഡറ്റെല്ല പെർട്ടൂസിസ്. ആന്റിബോഡി എന്ന് പറയുമ്പോഴത്തേക്കും antibody to pertactin can be seen in the blood of children after the infection or immunization. Pertactin is included acellular pathogenesis of this particular organism. Pathway എന്ന് പറയുമ്പോഴത്തേക്കും the infection is having by the inhalation of the organism and binds to the respiratory epithelial cells and it will leads to the lungs and they will cause respiratory illness. അങ്ങനെയാണ് മെയിൻലി വരുന്നത്. സോ അത് ഈ പിക്ചറിനകത്ത് കാണിച്ചിട്ടുണ്ട്. അഡിയറൻസ് ടു ദ സീലിയേറ്റഡ് റെസ്പിറേറ്ററി എപ്പിത്തീലിയൽ സെൽസ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, എൻട്രി, പെർസിസ്റ്റൻസ്, ട്രാൻസ്മിഷൻ കാണിക്കുന്നുണ്ട്. സിസ്റ്റമാറ്റിക് ഇൻടോക്സിക്കേഷൻ, പെർട്ടൂസിസ് ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കഫ് ഉണ്ടാക്കുന്നത്, ഇൻട്രാക്ഷൻസ്. മെയിൻലി 3 ടൈപ്പായിട്ട് നമ്മുടെ ബോഡിയിൽ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് ഈ പിക്ചറിനകത്ത് കാണിച്ചിരിക്കുന്നത്. ആൻഡ് പാത്തോജനിസിറ്റി ആൻഡ് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വൂഫിംഗ് കഫാണ് ഉണ്ടാക്കുന്നത്. മെയിൻലി 3 സ്റ്റേജസ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. കാറ്ററൽ സ്റ്റേജ്, പരോക്സിമൽ സ്റ്റേജ് ആൻഡ് കൺവാലസെന്റ് സ്റ്റേജ്. 3 സ്റ്റേജസ് ആണ് ഉണ്ടാവുന്നത്. സോ കാറ്ററൽ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് ആണ്, ഓർ ദ ഇനിഷ്യൽ സ്റ്റേജ്. സോ കാറ്ററൽ സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ലെങ്ത് എന്ന് പറയുന്നത് 7 to 10 days ആണ് റേഞ്ചസ്. ആൻഡ് 4 to 21 days എന്ന് പറയാം. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും റണ്ണി നോസ്, ഫീവർ, ഒക്കേഷണൽ കഫ് ആണ് പറയുന്നത്. ലോ ഗ്രേഡ് ഫീവർ, ഇറിറ്റേറ്റിംഗ് കഫ് ആൻഡ് അതർ സിംറ്റംസ് ഒക്കേഴ്സ് ഇൻ ദ സ്റ്റേജ്. പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് മോസ്റ്റ് ഇൻഫെക്റ്റീവ്. ഈ ഒരു സമയത്താണ് മോസ്റ്റ് ഇൻഫെക്റ്റീവ് ആയിട്ട് കാണുന്നത്. ഈ ഒരു സ്റ്റേജിനകത്ത് നമുക്ക് ഡയഗ്നോസിസ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്നാണ് പറയുന്നത്. ഓർ ഇമ്പോസിബിൾ, വി ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്ന് പറയാം. സ്റ്റേജ് 2 ആണ് പരോക്സിമൽ സ്റ്റേജ്. സോ പരോക്സിമൽ സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ലെങ്ത് 1 to 6 weeks ആണ്, മേ ബി അപ് ടു 10 weeks വരെ പോവാം. ആൻഡ് ദിസ് സ്റ്റേജില് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ റാപ്പിഡ് കഫ്, തിക് മ്യൂക്കസ് ഇൻ റെസ്പിറേറ്ററി ട്രാക്ട്, whoop at the end of the cuff, 15 attacks for 24 hours നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. സിവിയർ ആണ്, ഇന്റൻസ് ആണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള കഫ് ആയിരിക്കും ഉണ്ടാവുന്നത്. മെയിൻ സിംറ്റംസ് ഒരു വൂഫിംഗ് സൗണ്ട് ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചുമക്കുന്ന അതിനൊരു വൂഫിംഗ് കഫ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിന് വൂഫിംഗ് സൗണ്ട് ഉണ്ടാവുന്ന നമ്മൾ ഇതിന് വൂഫിംഗ് കഫ് എന്ന് പറയുന്നത്. 3rd സ്റ്റേജ് ആണ് കൺവാലസെന്റ് സ്റ്റേജ്. 7 to 10 days വരെയാണ് വരുന്നത്. റേഞ്ച് 4 to 21 വരെ വരാറുണ്ട്. സോ ഇതിൽ എന്ന് പറയുമ്പോഴത്തേക്കും സിവിയർ കഫ്നെസ് ആയിരിക്കും വരുന്നത്. ഇന്റൻസിറ്റി ഭയങ്കരമായിട്ട് കൂടും. സിവിയറിറ്റി ആൻഡ് കഫ് ഇന്റൻസിറ്റി കൂടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസ് എറൈസ് ചെയ്യുന്നത് മെയിൻലി 2 ടൈപ്പാണ്. റെസ്പിറേറ്ററി കോംപ്ലിക്കേഷനും സോ റെസ്പിറേറ്ററി കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ബ്രോങ്കോ ന്യൂമോണിയ ആൻഡ് ലങ് കൊളാപ്സ് വരെ ഉണ്ടാവാറുണ്ട്. ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷനകത്ത് കൺവൾഷൻ, കോമ ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. ഇറ്റ് വിൽ ഹാവ് ലൈഫ് ലോങ് സൈഡ് എഫക്ട്സ്. എക്സാമ്പിൾ ലൈക്ക് പാരാലിസിസ്, ബ്ലൈൻഡ്നെസ്, റീറ്റാർഡേഷൻ, ഇതൊക്കെ നമുക്ക് ന്യൂറോളജിക്കല് വരാവുന്ന ഒരു സംഭവമാണ്. ഇതൊന്നും കൂടാണ്ട് വരുന്നത് ഡ്യൂ ടു പ്രഷർ എഫക്ട്സ് ഡ്യൂറിങ് ദ വയലന്റ് ബേഴ്സ്റ്റ് ഓഫ് കഫിംഗ്. അതായത് നമുക്ക് സബ് കൺജങ്ക്റ്റിവൈറ്റൽ ഹെമറേജസ്, സബ്ക്യൂട്ടേനിയസ് എംഫിസിം, ആ സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ചുമക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഹെമറേജസ്, ചെറിയ ചെറിയ മുറിവുകൾ, അതൊക്കെ ഉണ്ടാവാൻ ചാൻസുകളുണ്ട്. നമ്മൾ വരുന്നത് എപ്പിഡെമോളജി എന്ന് പറയുമ്പോഴത്തേക്കും വൂഫിംഗ് കഫ് ഈസ് എ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഓഫ് ദ ലങ്സ് വിച്ച് ഇസ് കോസ്ഡ് ബൈ എ ബാക്ടീരിയം ബോർഡറ്റെല്ല പെർട്ടൂസിസ്. അതുപോലെ തന്നെ കണ്ടാജിയസ് ഡിസീസ് ആണ് വിച്ച് കോസ് അൺകൺട്രോളബിൾ കഫിംഗ് വിത്ത് ലിറ്റിൽ ഓർ നോ ഫീവർ. ദ കഫിംഗ് മേ ബി so severe that leads to vomiting and aspiration.
ഈ കണ്ടിന്യൂസ് ആയിട്ട് ചുമക്കുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ട്, അതുകൊണ്ടാണ് ഇതിനെ വൂഫിംഗ് കഫ് എന്ന് പറയുന്നത്. വൂഫിംഗ് കഫ് ഈസ് പ്രീഡോമിനന്റ്ലി ആ പീഡിയാട്രിക് ഡിസീസ്, അതായത് കുട്ടികൾക്ക് വരുന്ന ഒരു അസുഖമാണ്. ഹയസ്റ്റ് ഇൻ ദ ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫ്, അതായത് കുട്ടിക്ക് ജനിച്ച് 1 വയസ്സാവുന്ന സമയത്തിനുള്ളിലായിരിക്കും ഇത് വരുന്നത്. മെറ്റേണൽ ആന്റിബോഡീസ് ആർ നോട്ട് ദിസ് പർട്ടിക്കുലർ ഓർഗാനിസം ആൻഡ് ഇറ്റ് ഹാസ് എ വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ. എപ്പിഡമിക്സ് പീരിയോഡിക്കലി ആയിരിക്കും. ഏർലി സ്റ്റേജ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോപ്ലെറ്റ്സ് ആൻഡ് ഫോമൈറ്റ്സ് ഫ്രം ദ കണ്ടാമിനേറ്റഡ് ഓരോ ഫാരിഞ്ചൽ സെക്രീഷൻ ആൻഡ് ഇൻഫെക്റ്റീവ് ആയിട്ട് വരാറുണ്ട്. നോൺ ഇമ്മ്യൂൺ റെയർലി എസ്കേപ്പ് ഇൻഫെക്ഷൻ. ഹൗസ് ഹോൾഡ് കോണ്ടാക്ട് റിസ്ക് ആണ്. ബോർഡറില്ല പെർട്ടൂസിസ് എന്ന് പറയുമ്പോൾ 95% ആൻഡ് ബോർഡറില്ല പാരാപെർട്ടൂസിസ് 5% ആൻഡ് ബോർഡറില്ല ബ്രോങ്കോസെപ്റ്റിക്ക ഒക്കേഷണലി ഒക്കേഴ്സ് ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റും. ലബോറട്ടറി ഡയഗ്നോസിസിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പി. അത് എന്ന് പറയുമ്പോൾ ഡെമോൺസ്ട്രേഷൻ ഓഫ് ദിസ് ബാസിലയാണ്. അതിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ഫ്ലൂറസൻ ആന്റിബോഡി ടെക്നിക്കാണ്. പിന്നെ സ്പെസിമെൻ കളക്ഷൻ ആൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും കഫ് പ്ലേറ്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കഫ് പ്ലേറ്റ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൾച്ചർ പ്ലേറ്റിനെ നമ്മൾ ഒരു 10 to 50 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് നമ്മുടെ മൗത്തിൽ വെച്ചിട്ട് പേഷ്യന്റിനെ കൊണ്ട് സ്പോണ്ടേനിയസ്ലി നമ്മൾ ചുമപ്പിക്കും. അല്ലെങ്കിൽ ആ ചുമയിൽ നിന്ന് വരുന്ന ഡ്രോപ്ലെറ്റ്സ് ആ മീഡിയയിലോട്ട് ഡയറക്റ്റ് ഇത് വെച്ചിട്ട് അതിനെ നമ്മൾ ബെഡ് സൈഡ് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ വെച്ച് നമ്മൾ ലബോറട്ടറി. നെക്സ്റ്റ് എന്ന് പറയുന്നത് നാസോ ഫാരിയഞ്ചൽ സ്ട്രാബ് ആണ്. അതെന്ന് പറയുമ്പോഴത്തേക്കും സ്പെസിമെൻ കളക്ഷൻ ഫോർ പെർട്ടൂസിസ്, നമ്മുടെ നാസോ ഫാരിഞ്ചിൽ നിന്ന് സ്വാബ്സ് യൂസ് ചെയ്ത് നമ്മൾ പെർനാസ്വൽ സ്വാബ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു സ്വാബ് നേസൽ ക്യാവിറ്റിയിലോട്ട് കടത്തി വിട്ടിട്ട് മെറ്റീരിയൽ കളക്ട് ചെയ്തെടുക്കുക ഫാരിഞ്ചൽ സ്വാബിൽ നിന്ന് വരുന്നത്. പിന്നെ ട്രാൻസ്പോർട്ട് മീഡിയം എന്ന് പറയുന്നത് ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ കാസിമോ ആസിഡ് സൊല്യൂഷൻ അറ്റ് pH of 7.2 ഇൻ മോഡിഫൈഡ് towards medium. ഗ്ലിസറിൻ, പൊട്ടറ്റോ ബ്ലഡ് അഗാർ ഓർ ബോർഡഡ് ജങ്കു അഗാർ യൂസ് ചെയ്യാറുണ്ട് ട്രാൻസ്പോർട്ട് മീഡിയ ആയിട്ട്. പെൻസിലിൻ ആഡ് ആക്റ്റീവ് ടു ബിക്കം ദ ഓർഗാനിസം ടു സെലക്റ്റീവ്. ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ ബാക്ടീരിയ മെയിൻലി എന്ന് പറയുമ്പോഴത്തേക്കും കൾച്ചർ പ്ലേറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. മൈക്രോസ്കോപ്പി മെത്തേഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സിറോളജിക്കൽ മെത്തേഡ് നമ്മൾ എലീസ, ഡിറ്റക്ഷൻ ഓഫ് IgA ബൈ എലീസ ഫ്രം ദ നാസോഫാരഞ്ചൽ സെക്രീഷൻ, കോംപ്ലിമെന്റ് ഫിക്സേഷൻ ടെസ്റ്റ്, ജെൽ പ്രിസിപ്പിറ്റേഷൻ ടെസ്റ്റ്, പെയ്ഡ് സെറം സാമ്പിൾ ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് യൂസ് ചെയ്യുന്നത്. പ്രൊഫൈൽ ആക്സിസ് മെയിൻലി നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ DPT വാക്സിൻ, ഡിഫ്തീരിയ പെർട്ടൂസിസ് ടെറ്റനസ് വാക്സിൻ ആണ് നമ്മൾ പറയുന്നത്. പ്രൊഫൈൽ ആക്സിസിനകത്ത് 4 to 6 weeks ഇന്റർവെൽസിൽ 3 times ഇഞ്ചക്ഷൻസ് ആണ് നമ്മൾ കുട്ടികൾക്കായിട്ട് അതിന് വേണ്ടി പറയുന്നത്. ട്രീറ്റ്മെന്റില് എറിത്രോമൈസിൻ, ക്ലോറാംഫെനിക്കോൾ ആണ് മെയിൻ ആന്റിബയോട്ടിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അല്ല, എറിത്രോമൈസിൻ ആണ് വൺ ഓഫ് ദ ഡ്രഗ് ചോയ്സ് എന്ന് പറയുന്നത്. പറയുന്ന ഓർഗാനിസം ആണ് ബോർഡറ്റെല്ല പാരാപെർട്ടോസിസ്. ഈ ഓർഗാനിസം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈൽഡ് വൂപ്പിംഗ് കഫ് ആണ് കോസ് ചെയ്യുന്നത്. മൈൽഡ് ഓർഗാനിസം ആണ്. DPT വാക്സിനേഷൻ എന്ന് പറയുന്നത് ഇതിന് എഫക്റ്റീവ് ആയിരിക്കില്ല. ബോർഡറ്റെല്ല ബ്രോങ്കി സെപ്റ്റിക്ക എന്ന് പറയുന്ന ഓർഗാനിസം പെരിട്രൈക്കസ് ഫ്ലജലിലുള്ള ഒരു ഓർഗാനിസം ആണ്. ഇതും ഒരു മൈൽഡ് വൂഫിംഗ് കഫ് നമുക്ക് കോസ് ചെയ്യാറുണ്ട്. ആന്റിജനിക്കലി റിലേറ്റഡ് ടു പെർട്ടോസിസ് ആൻഡ് അബ്രൂട്ടസ് ഓർഗാനിസം ആയിട്ടായിരിക്കും വരുന്നത്. ആൻഡ് മൈൽഡ് ഓർഗാനിസം തന്നെയാണ്. മറ്റേ പെർട്ടോസിസിന്റെ അത്ര സിവിയറിറ്റി കാണിക്കാൻ